Netra Vivag Bridal Collections by Shobhika Weddings. നിലമ്പൂർ അരുവാക്കോട് മലയിൽ കുന്നിടിച്ച റോഡ് നിർമ്മാണം പ്രതിഷേധവുമായി മലയുടെ താഴ്വാരത്തെ കുടുംബങ്ങൾ. നിലമ്പൂർ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെക്കാൻ സ്ഥലമുടമകൾക്ക് നിർദ്ദേശം നൽകി. നിലമ്പൂർ അരുവാക്കോട് മലയിലാണ് നിർമ്മാണ പ്രവൃത്തികളുടെ മറവിൽ സ്വകാര്യ സ്ഥല ഉടമകൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് കുന്നിടിച്ച് റോഡ് നിർമ്മാണം നടത്തുന്നത്. 2018-ലെയും 2019-ലെയും പ്രളയങ്ങളിൽ ഈ ഭാഗത്ത് വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടാവുകയും അരുവാക്കോട് മലവാരത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്നും മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ള പ്രദേശമാണെന്നും ജിയോളജി വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ നിലമ്പൂർ നഗരസഭയിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശമായ അരുവാക്കോട് മലയിലാണ് അധികൃതരെ നോക്കുകുത്തിയാക്കി JCB ഉൾപ്പെടെ ഉപയോഗിച്ച് റോഡ് നിർമ്മാണം നടത്തിയത്. ഞാൻ ഈ വാർഡിലെ ഒരു മുൻ പഞ്ചായത്ത് മെമ്പറാണ്. ഈ അരുവാക്കോട് മല അനുവാദമില്ലാതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചിരിക്കുകയാണ്. ഈ മലയുടെ അടിവാരങ്ങളിൽ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ ഉള്ളത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, കുമ്പാര സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. KSEB ഉണ്ട്, KSRTC ഉണ്ട്, പള്ളിയുണ്ട്, അമ്പലങ്ങളുണ്ട്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളാരും വികസന പ്രവർത്തനങ്ങൾക്കെതിരല്ല. പക്ഷേ ഈ ജനങ്ങൾക്ക് ഭയങ്കര അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ രീതിയിലാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വലിയ പാറക്കല്ലുകൾ ഇളക്കി മാറ്റിയും വലിയ തോതിൽ കുന്നിടിച്ചുമാണ് ലോറിക്ക് വരെ കടന്നു പോകാവുന്ന രീതിയിൽ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. SC/ST കുടുംബങ്ങളും കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരും ഉൾപ്പെടെ 150ഓളം കുടുംബങ്ങളാണ് ഈ മലയുടെ താഴ്വാരത്ത് താമസിക്കുന്നത്. അതിനാൽ തന്നെ ഈ മലയുടെ മുകൾ ഭാഗത്ത് നടക്കുന്ന അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ ഈ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തും. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വരടേമ്പാടം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അരുവാക്കോട് മലയാണ്. ഈ മലേന്റെ മുകളിൽ 2019 പ്രളയ സമയത്തൊക്കെ ഈ മലയ്ക്ക് വിള്ളലുണ്ട് എന്നുള്ള ഒരു സമീപവാസികളുടെ ഒക്കെ പരാതിയെ തുടർന്ന് നമുക്ക് ഇവിടുത്തെ 10-30ഓളം കുടുംബങ്ങൾ ഇതിന്റെ ചുവട്ടിൽ ഓരോ ഭാഗങ്ങളിലായി താമസിക്കുന്നുണ്ട്. അപ്പുറം മേഖലയിലാണെങ്കിലും 100-100ഓളം വീടുകൾ വരുന്നുണ്ട്. മലേനെ ചുറ്റപ്പെട്ടിട്ടാണ് ഈ പ്രദേശത്തിന്റെ ഒരു വീടുകളുടെ ഒക്കെ അവസ്ഥ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ മലപ്പുറം ജിയോളജി വകുപ്പ് എന്നൊക്കെ ആളുകൾ വന്ന് ഇത് പരിശോധന നടത്തിയതാണ്. അന്ന് അവർ പറഞ്ഞത് ഈ മലേന്റെ മുകളിൽ JCB പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വർക്കുകളും കിണർ ആഴത്തിലുള്ള കുഴികൾ എടുക്കുക അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത് എന്നൊരു നിർദ്ദേശം നമുക്ക് തന്നിരുന്നു. രാമച്ചം, മുള അങ്ങനത്തെ വേരോടുന്ന മണ്ണിടിച്ചിൽ തടയാൻ പറ്റുന്ന മരങ്ങൾ ഇതിന് ചുറ്റും വെച്ച് പിടിപ്പിക്കാനൊക്കെ പറഞ്ഞത്. അപ്പൊ ഇത്രയും നാളും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അപ്പുറത്തെ ഒരു മലബാർ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് JCB എന്ന് പ്രവർത്തനം ചെയ്തപ്പോൾ ആ മേഖലയിലുള്ള ആളുകളൊക്കെ തടഞ്ഞിരുന്നു. അവിടെ ആ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പൊ ഇന്നലെ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഈ JCBന്റെ സൗണ്ട് കേൾക്കണതും. അപ്പൊ പറഞ്ഞു ഈ തോംസൺ ഡ്രഗ്സിൽ വർക്ക് കിടക്കാണ്, അടഞ്ഞടക്കണ ഗുളിക കമ്പനിയിലെ വർക്കാണ് എന്നുള്ളതാണ് നമ്മളോട് അറിയിപ്പ് കിട്ടുക. പക്ഷെ അത് ഇന്നലെയും തുടർന്നു. ഇന്നും അത് തുടർന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സമീപവാസികളൊക്കെ കൂടി ആ മകളിൽ കയറി അന്വേഷിക്കാന്ന്. അതേ സമയം അതുകൊണ്ട് തന്നെ നമ്മൾ താലൂക്കിലും വില്ലേജിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തിയിരുന്നു. അവരും ഇപ്പത്തെ താൽക്കാലിക പ്രവർത്തനം നിർത്തിവെച്ച് ഇതിന്റെ ഉടമസ്ഥരെ അവരേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആരായിരുന്നാലും ഞങ്ങൾ ഈ കുടുംബങ്ങളുടെ മഴക്കാലത്തെ ഒരു ഭീഷണി തന്നെയാണ് ഈ മല. ഈ മലയുടെ താഴ്വാരത്താണ് KSRTC ഡിപ്പോയും KCBയുടെ മിനി വൈദ്യുതി നിലയവും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. അധികൃതരുടെ മൗനാനുവാദമില്ലാതെ സ്വകാര്യ ഭൂവുടമകൾക്ക് വലിയ തോതിൽ കുന്നിടിച്ച് റോഡ് നിർമ്മാണം നടത്തുവാൻ കഴിയില്ലെന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.